അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കള കമ്പോസ്റ്റാണ്. നമ്മൾ ഇവിടെ നട്ടിരിക്കുന്ന എല്ലാ ചെടികൾക്കും ഇട്ടിരിക്കുന്നത് ഈ അടുക്കള കമ്പോസ്റ്റാണ്. അതായത് മെയിനായിട്ട് പുറത്തുനിന്ന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റ് വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അടുക്കള കമ്പോസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ദിവസം വീട്ടിൽ ബാക്കി വരുന്ന ചോറ്, പിന്നെ പച്ചക്കറികൾ, അങ്ങനത്തെ എല്ലാ സാധനവും ഇതിനകത്ത് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല. പക്ഷെ ഏകദേശം നമുക്കറിയുന്ന പോലെ സെറ്റാക്കിയതാണ് ഈ ഒരു കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ വേസ്റ്റ്, അതായത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, പച്ചക്കറികളുടെ അതേപോലെ പിന്നെ ഇലകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനകത്തിടും. എന്നിട്ട് അതിൻ്റെ കൂടെ, അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും തന്നെ ചകിരിച്ചോറ്, അത് മൂടുന്ന രീതിയിൽ ചകിരിച്ചോറ് ഇടും. അപ്പം അങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻ നിറയുന്ന സമയത്ത് ഏകദേശം ഇത്രയും ഈ ഒരു ക്യാൻ നിറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ വേസ്റ്റുകളൊക്കെ പിന്നെ കമ്പോസ്റ്റ് ആയിട്ട് ഇത് വളമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ഈ പച്ചക്കറിക്ക് എല്ലാത്തിനും ഈ വളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ചു വെക്കും. ഈ അടച്ചു വെക്കുന്നത് മറ്റേ പ്രാണികൾ, മറ്റേ എന്നാ പറയുക, ഈച്ച വന്ന് മുട്ടയിടാതിരിക്കാനും അതിൻ്റെ ഉറുമ്പുകൾ കയറി പോകാതിരിക്കാനും അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അത് മാത്രമല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴവെള്ളം വീഴാതിരിക്കാനൊക്കെ ഇങ്ങനെ അടച്ചു വെക്കും. അപ്പം ഇത് ഏകദേശം നമുക്ക് നിറയാൻ വേണ്ടി ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഏകദേശം ഇത് നിറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും എല്ലാം ഇടുന്ന മെയിനായിട്ടുള്ളൊരു വളം എന്ന് പറഞ്ഞാൽ ഈ അടുക്കള കമ്പോസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഈ അടുക്കള കമ്പോസ്റ്റ് പിന്നെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഓരോ ബക്കറ്റിൽ ഇങ്ങനെ നിറച്ച് ഓരോ ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ വെക്കും. കണ്ടില്ലേ, ഇതിപ്പം നല്ല വളമാണ്. ചാണകപ്പൊടി പോലെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, മുട്ടത്തോട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടാക്കിയൊരു വളമാണിത്. നമ്മൾ പുറത്തുനിന്ന് വേറെ ചാണകപ്പൊടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ച് ഇന്നത്തെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു വളം ഉണ്ടെങ്കിൽ നമുക്ക് ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും പറ്റിയ എല്ലാ വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും.